ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു നെല്ലിക്ക സംഭാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നെല്ലിക്ക സംഭാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്കയിലെ കുരുവെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള 2 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഇതുപോലെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇഞ്ചി അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും. ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. 5-6 കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് തൈര് മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ്. അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നെല്ലിക്കയൊക്കെ ചേർത്താണല്ലോ നമ്മളത് അരച്ചെടുത്തത്. അപ്പൊ ആ തൈരിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം ഈ അരിപ്പയിലൂടെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുവരെ ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തൈരിന്റെ പുളിയൊക്കെ അനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കി അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 3-4 കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഈ സംഭാരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ സംഭാരത്തിലോട്ട് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഇറങ്ങി സംഭാരം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സംഭാരമാണ്. നെല്ലിക്കയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളും നമുക്ക് കിട്ടും. നെല്ലിക്ക സംഭാരം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്